ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പെസഹ പെരുന്നാളിനെക്കുറിച്ചാണ്. ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യഹൂദന്മാരുടെ 7 ഉത്സവങ്ങളെക്കുറിച്ച്. ആ വീഡിയോയ്ക്ക് പലരും കമൻറ്റ് ചെയ്തായിരുന്നു ഓരോന്നിനെയും കുറിച്ച് വിശദമായിട്ടുള്ള പഠനം ആവശ്യമാണെന്ന്. ആ ആവശ്യപ്രകാരമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പെസഹ പെരുന്നാളിനെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. യഹോവയായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന് മോശ മുഖാന്തരം അവർക്കാചരിക്കേണ്ട ഉത്സവങ്ങളെ കൽപ്പിച്ചു കൊടുത്തു. പ്രധാനമായും 7 ഉത്സവങ്ങളെ ആചരിക്കാനാണ് ദൈവം അവരോട് കൽപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ ഉത്സവമാണ് പെസഹ പെരുന്നാൾ. ഇത് തലമുറയായി ആചരിക്കാൻ ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ച പെരുന്നാളുകളിൽ ഒന്നാണ്. അടിമ വീടായ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളുടെ മോചനത്തിനു വേണ്ടിയാണ് ആദ്യമായി പെസഹ ആചരിച്ചത്. പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോക്ക് എന്നാണ്. ഇസ്രായേലിനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം 10 ബാധകൾ മിസ്രയീമിൽ അയച്ചു. അതിൽ 10ാമത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നും ഇസ്രായേൽ മക്കളുടെ കുടുംബങ്ങൾ വേർതിരിയേണ്ടതിന് രക്തമടയാളമായി പുരട്ടണമെന്ന് ദൈവം പറഞ്ഞു. പെസഹായുടെ വ്യവസ്ഥ ഇപ്രകാരമായിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് പെസഹായുടെ വ്യവസ്ഥ എപ്രകാരമാണെന്ന് നാം കാണുന്നത്. ഇവിടെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. ഇവിടെ ഇസ്രായേൽ മക്കൾ ഒരു കുടുംബത്തിന് 1 ആടിനെ വെച്ച് എടുക്കണം. ആട് ആണായിരിക്കണം, മാത്രമല്ല ഊനമില്ലാത്തതുമായിരിക്കണമെന്ന് ദൈവം പ്രസ്താവിക്കുന്നു. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അതിനെ മാസങ്ങളുടെ ആരംഭമായ ആബീബ് മാസം 10-ാം തീയതി വേർതിരിക്കണം. എന്നിട്ട് 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുത്ത് അതിൻ്റെ രക്തം കുറേ എടുത്ത് ഓരോരുത്തനും പാർക്കുന്ന വീടിൻ്റെ കട്ടിളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന് ദൈവം പറയുന്നു. ഇതായിരുന്നു പെസഹായുടെ വ്യവസ്ഥ. പിന്നീടുള്ള വാക്യങ്ങളിൽ പെസഹ എങ്ങനെ ഭക്ഷിക്കണമെന്ന് ഇവിടെ പറയുന്നു. ആ രാത്രി തന്നെ ഈ ആടിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടി അതിനെ ഭക്ഷിക്കണം. 12-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്.
പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് കളയണം. ഇവിടെ വേർതിരിക്കപ്പെട്ട ആടിൻ്റെ മാംസം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയുന്നു. അത് തീയിൽ ചുട്ടതായിരിക്കണം. മാത്രമല്ല, പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയുമായിട്ടാണ് ഈ മാംസം ഭക്ഷിക്കേണ്ടത്. മാത്രമല്ല, ഈ മാംസം പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുതെന്ന് വചനം നിഷ്കർഷിക്കുന്നു. ഇത് പിറ്റന്നാൾ കാലത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുതെന്നും, എന്നാൽ ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേന്നാൾ തീയിലിട്ട് ചുട്ട് കളയണമെന്നും ദൈവം അവരോട് കൽപ്പിച്ചു. ഇനി നമുക്ക് ഈ പെസഹ ഭക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. 11-ാം വാക്യത്തിൽ പെസഹ ഭക്ഷിക്കേണ്ട വിധത്തെക്കുറിച്ച് നാം കാണുന്നു. അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ടും നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഇവിടെ ഓരോരുത്തനും അര കെട്ടി കാലിന് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് തിടുക്കത്തോടെ ഭക്ഷിക്കണമെന്ന് ദൈവം അവരോട് കൽപ്പിക്കുന്നു. കാരണം ഇത് യഹോവയുടെ പെസഹായാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് ഈ പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിലെ അവസാനത്തെ ഭക്ഷണം ആണ്. 3 ഈ പെസഹ മിസ്രൈമിലേക്ക് ദൈവം അയച്ച ന്യായവിധിയിൽ നിന്നും രക്ഷ നേടേണ്ടതിന് വേണ്ടി ആചരിച്ച പെസഹ ആണ്. ഈ പെസഹ വരുവാനുള്ള വലിയൊരു യാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ ഈ പെസഹ ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇത് വരുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം എന്ന യാഗത്തിലൂടെ അവൻ്റെ രക്തത്താൽ മനുഷ്യവർഗത്തിന് അവരുടെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ മക്കൾ വേർതിരിച്ച കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. 29-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാത്രമല്ല, 1 യോഹന്നാൻ 1:7 നാം ഈ പ്രസ്താവന കാണുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാനം എങ്ങനെയാണ് കാണുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ മോചിക്കേണ്ടതിന് ഉലകസ്ഥാപനം മുമ്പേ ദൈവം വേർതിരിച്ച ദൈവ കുഞ്ഞാടാണ് യേശുക്രിസ്തു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഇസ്രായേൽ മക്കൾ ഓരോ കുടുംബത്തിന് വേർതിരിച്ച കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. പെസഹായ്ക്ക് ഇസ്രായേൽ മക്കൾ അറുത്ത ആടിന് ഊനമില്ലാതിരുന്നതുപോലെ യേശുവിന് പാപമില്ലായിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നെന്ന് വേദപുസ്തകത്തിൽ നാം കാണുന്നു. അങ്ങനെ ഊനമില്ലാത്ത ആടിനെ അറുത്തതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവം പാപരഹിതനായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ യാഗമാക്കി. പെസഹ പെരുന്നാൾ എന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം കൊടുത്ത കൽപ്പനയാണെന്ന് നാം കാണുന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസികൾ എന്തുകൊണ്ട് പെസഹ ആചരിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം. പെസഹ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആയിരുന്നുവല്ലോ. യേശുക്രിസ്തു ക്രൂശിൽ കഴിച്ച യാഗത്താൽ പാപത്തിൽ നിന്നുള്ള എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചുവെന്ന് വചനം പ്രസ്താവിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ഇവിടെ പറയുന്നു, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്.
അവൻ ക്രൂശിൽ അറുക്കപ്പെട്ടു. അവൻ്റെ രക്തം മൂലം നമ്മുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു പെസഹ ശേഷിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5:7 ആ കാര്യം പ്രസ്താവിക്കുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കഴിച്ച ശരീരയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതയാത്ര തുടരുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് നിത്യജീവനായി കാത്തിരുന്നുകൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇനി യഹൂദന്മാരുടെ 2ാമത്തെ ഉത്സവമായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.